ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. തിരുവനന്തപുരം കണ്ണുമൂലയിൽ സ്ഥിതി ചെയ്യുന്ന കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരിയിലെ BD 3-ാം വർഷ വിദ്യാർത്ഥിയാണ് ഞാൻ. എൻ്റെ പേര് ഇവാഞ്ചലിസ്റ്റ് S. ഷിജു എന്നാണ്. ഞാനിപ്പോൾ CSI നെടുമങ്ങാട് ഇടവകയിൽ അസോസിയേറ്റ് ശുശ്രൂഷകനായി ശുശ്രൂഷ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈയൊരു വൈദിക ശുശ്രൂഷയിലേക്ക് കടന്നു വരാൻ ആ കാര്യം ഒന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ശൈശവകാലം മുതൽ നിങ്ങളുമായി പങ്കുവയ്ക്കേണ്ടി വരും. അതായത് എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ വിശ്വാസ ജീവിതമാണ്. എൻ്റെ പിതാവിൻ്റെ പിതാവൊക്കെ ഒരു ഹൈന്ദവ വിശ്വാസികളാണ്. പ്രത്യേകിച്ച് എൻ്റെ അപ്പൂപ്പൻ, പിതാവിൻ്റെ പിതാവ് അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി, മണ്ഡലം പ്രസിഡൻറ്റ്, ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. എൻ്റെ ഭവനത്തിൽ ഈ മണ്ഡലകാലം, രാമായണ മാസത്തിൽ എല്ലാ ദിവസങ്ങളുള്ള പിന്നെ രാമായണ വായനകളും മറ്റും എല്ലാം ക്രമീകരിച്ച് അത് കണ്ട് വളർന്ന് ഞാൻ അതിൽ പങ്കെടുത്തിരുന്ന ഒരു വ്യക്തിയാണ്. ഈ ക്ഷേത്രങ്ങളിൽ എൻ്റെ പിതാവ് ഒരിടവും പോകാറില്ലായിരുന്നു എൻ്റെ കുഞ്ഞു കാലഘട്ടത്തിൽ. അപ്പോൾ അപ്പൂപ്പനോടൊപ്പം ഞാൻ പോകും. ആ ഒരു വിശ്വാസത്തിൽ ആയിരുന്നു എൻ്റെ ജീവിതം. അപ്പോൾ തുടർന്ന് പക്ഷേ എൻ്റെ മാതാവ് ഒരു ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പക്ഷേ നമുക്കൊരു ദേവാലയത്തിൽ കടന്നു പോകണമെങ്കിൽ ഏകദേശം 2.5-3 കിലോമീറ്റർ അകലെയാണ് ദേവാലയം ഉള്ളത്. അപ്പോൾ അങ്ങനെ പോകേണ്ട സാധ്യതയില്ലായിരുന്നു. പക്ഷേ തുടർന്ന് എൻ്റെ വീടെന്ന് പറയുന്ന റോഡ് സൈഡാണ്. ഈ ദേവാലയം ഈ 2.5 കിലോമീറ്റർ ഉള്ളിലാണ്. ഈ ദേവാലയത്തിൽ കടന്നു പോകുവാൻ വേണ്ടി വരുന്ന അന്നത്തെ വൈദികൻ എൻ്റെ ഭവനത്തിൽ വാഹനം വെച്ചിട്ട് ഈ ദേവാലയത്തിൽ കടന്നു പോകും. അപ്പോൾ എന്നെ കൂട്ടിനായിട്ട് ഇദ്ദേഹം വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ഈ സംഭവം എൻ്റെ ഒരു 15-16 വയസ്സിന് ശേഷമാണ് ഞാനൊരു ദേവാലയത്തിൽ കടന്നു പോകുന്നത്. അതുവരെ സൺഡേ സ്കൂൾ പഠിക്കാനോ മറ്റൊന്നും എനിക്ക് സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇദ്ദേഹമായിട്ട് കടന്നു പോയി. തുടർന്ന് എൻ്റെ 10ാം ക്ലാസ് പ്രീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. ഈ ഡിഗ്രി ആകുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ VBS എന്നൊരു ശുശ്രൂഷയുണ്ട്, നമ്മുടെ ഇടവകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ശുശ്രൂഷയിൽ ഞാനും പങ്കെടുത്തു. അപ്പോൾ അന്നത്തെ ഈ VBSൻ്റെ 10 ദിവസം ഉണ്ടായിരിക്കും. അതിൻ്റെ സമാപനത്തിന് ഒരു സമർപ്പണം, ഒരു ഡെഡിക്കേഷൻ്റെ ഒരു ടൈമുണ്ട്. ഈ സമയത്ത് എനിക്കും ഇതിനെക്കുറിച്ച് വളരെ ഗ്രാഹ്യമൊന്നുമില്ല എങ്കിലും, എന്താണ് വിശ്വാസം മറ്റൊന്നുമില്ല എങ്കിലും, മറ്റുള്ളവർ വന്ന് ഈ ഒരു ഡെഡിക്കേഷൻ ചെയ്ത സമയത്ത് ഞാനും എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എങ്ങനെ അറിയില്ല, ഞാനും പറഞ്ഞു എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാനൊരു ദൈവിക ശുശ്രൂഷ ചെയ്തു കൊള്ളാമെന്ന് ആ വിശുദ്ധ സ്ഥലത്തായിരുന്നു കൊണ്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞു. പക്ഷേ എൻ്റെ ഡിഗ്രി പഠനം കഴിഞ്ഞു, PGക്ക് പോയി. തുടർന്ന് എനിക്ക് ചില ജോലികളൊക്കെ ലഭ്യമാച്ചു. ഞാൻ ICIC ബാങ്ക്, HDFC ബാങ്കിൽ ജോലി ചെയ്തു. അതിനുശേഷം കാരക്കോണം മെഡിക്കൽ കോളേജിൽ ദീർഘകാലം ജോലി ചെയ്തു. പിന്നെ എനിക്ക് ഗവൺമെൻറ് അപ്രൂവലോട് കൂടി ഒരു സൊസൈറ്റിയിൽ പെർമനൻറ്റ് ജോലി കിട്ടി. തുടർന്ന് ആ സമയത്ത് തന്നെ എനിക്ക് ഇവിടെ നമ്മുടെ വിജയമോഹൻ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു. മെയിൻ ലിസ്റ്റിൽ 2ാമത് പേര് വന്നു. പെർമനൻ്റായിട്ട് എനിക്കൊരു ജോലിയും ലഭ്യമായി. അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡറും വീട്ടിൽ വന്നു. ഇപ്പോഴും ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. തുടർന്ന് എൻ്റെ ഒരു പ്രൊബേഷൻ ജോലി നടക്കുന്ന സമയത്ത് ആണ് എൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ്. ഞാൻ ഈ ശുശ്രൂഷയിൽ കടന്നു വരേണ്ട ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊബേഷൻ നടക്കുന്ന സമയം. എൻ്റെ പ്രൊബേഷൻ തുടങ്ങി 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഭവനത്തിൽ മുകളിൽ അതിൻ്റെ വർക്ക് നടക്കുകയായിരുന്നു, മേസ്ത്രിപ്പണി. ഈ സമയത്ത് ഞാനും അവിടെ അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറിയ സമയത്ത് ഈ ചാരത്തിൽ നിന്ന് എനിക്കൊരു വീഴ്ച സംഭവിച്ചു. ചാരം ഒടിഞ്ഞാണ് വീണത്. അതുവരെ മേസ്ത്രിമാർ പണി ചെയ്ത് പോയതാണ്. ഞാൻ തനിച്ച് കയറി, ഈ ചാരം ഒടിയുന്നു. ഞാൻ നേരെ വന്ന് പതിക്കുന്നത് കീഴ്ഭാഗത്തുള്ള കരിങ്കൽ കെട്ടിലാണ്. അടുത്ത് മതിൽ കെട്ടാൻ വേണ്ടി കെട്ടിയിരുന്ന കരിങ്കലിൻ്റെ ഭിത്തി കെട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ വാരിയലിൻ്റെ ഭാഗം ഇടിച്ച് ഞാൻ വീഴുന്നു. തുടർന്ന് ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, അല്പം പോലും ശ്വാസം കിട്ടുന്നില്ല. അടുത്തൊരു വൈദ്യരെ കാണിച്ച് കുഴപ്പമില്ലെന്ന് പറഞ്ഞുവെങ്കിലും എന്നെ അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് എക്സ്റേ എടുത്തപ്പോൾ എൻ്റെ 3 വാരിയലിൽ ഒടിഞ്ഞു മാറിപ്പോയി. ഈ ഒടിഞ്ഞു മാറി. പക്ഷേ ഈ സമയത്തെല്ലാം ഞാൻ എഴുന്നേൽക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ ബോധം കിട്ടു പോകുന്നൊരവസ്ഥ. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, പ്ലാസ്റ്ററൊക്കെ ഇട്ടു. 3 മാസത്തെ റെസ്റ്റ് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ഞാനങ്ങനെ എൻ്റെ രോഗക്കിടക്കയിൽ എൻ്റെ എല്ലാ പ്രാഥമിക കർമ്മങ്ങളും ചെയ്യുന്നത് ഈ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ടാണ്. ഈ സമയത്ത് വേറെ ഒന്നുമില്ല, വേറെ മൊബൈലോ TV ഒന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ കിടന്ന് എൻ്റെ പഴയകാല ജീവിതം, അതായത് എൻ്റെ ഓർമ്മയുള്ള കാലം മുതൽ ഇങ്ങോട്ടുള്ള എൻ്റെ ചിന്തകളായിരുന്നു. അപ്പോൾ ഞാൻ ഈ ചിന്തിച്ച സമയത്താണ്
ഞാൻ മനസ്സുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ടല്ല എങ്കിലും ഒരു സമയത്ത് ആ ദേവാലയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു ശുശ്രൂഷ ചെയ്യാമെന്ന് ഞാനൊരു പറഞ്ഞ വാക്ക് ആ കിടക്കയിൽ എനിക്ക് ഓർമ്മ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഓർമ്മ തരാൻ വേണ്ടി ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തൊരു ശോധനയായിരിക്കണം ഒരു വീഴ്ച. പിന്നെ ഞാൻ ആ കിടക്കി കിടന്നതിന് ഞാൻ തീരുമാനമെടുത്തു, ആത്മാർത്ഥമായിട്ട് തീരുമാനമെടുത്തു. ആ ഒരു തീരുമാനത്തിന് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുക്കുകയുണ്ടായി. തുടർന്ന് എൻ്റെ ഈ ഒരു രോഗമൊക്കെ ഭേദമായി. പക്ഷേ എങ്കിലും ഞാൻ ജോലിക്ക് പോയിട്ട് ഞാനൊരു സഭയുടെ ചാർജ് കൂടി വഹിച്ച് പോവുകയായിരുന്നു. ഏകദേശം 1-2 വർഷം ഈ ശുശ്രൂഷ ഞാൻ നിർവഹിച്ചു ജോലിയോടൊപ്പം. ഈ സംഭവം ഒരു 12-15 വർഷം മുൻപുള്ള സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വന്നിട്ട് ഈ 15 വർഷത്തോളം അടുപ്പിച്ചാകുന്നുണ്ട്. തുടർന്ന് ഞാൻ അടുത്ത് മറ്റൊരു ദേവാലയത്തിലേക്ക് ചാർജ് വഹിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി സ്ട്രെങ്ത് കൂടിയ ചർച്ചാണ്. അപ്പോൾ എനിക്ക് ജോലിയും ഇത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ റിസൈൻ ലെറ്റർ കൊടുത്തു. ഞാനങ്ങനെ എൻ്റെ ജോലി ഉപേക്ഷിച്ച് പൂർണ്ണ സമയ സഭാ ശുശ്രൂഷകനായിട്ട് ഞാൻ ഇറങ്ങി. തുടർന്ന് 2019 ഞാനൊരു ഡിപ്ലോമ ഇൻ റിലീജിയസ് സ്റ്റഡി എന്ന സെനറ്റ് ഓഫ് സനാമ്പൂറിൻ്റെ ഒരു കോഴ്സിലേക്ക് എനിക്ക് ചേരുവാൻ കഴിഞ്ഞു. തുടർന്ന് ഞാൻ ഇവാഞ്ചലിസ്റ്റായി. അതിനുശേഷം 2019 ദക്ഷിണ കേരള മഹാ ഇടവക ബിഷപ്പ് ധർമാചാര്യ റസാലം തിരുമേനിയുടെ അനുവാദത്തോടുകൂടി എനിക്ക് ഒരു വൈദിക പഠനത്തിനായിട്ടുള്ള ഒരു അവസരവും ലഭ്യമായി. അങ്ങനെയാണ് ഞാൻ ഈയൊരു വൈദിക പഠനത്തിനായിട്ട് ഞാൻ ഇവിടെ ഈ സെമിനാരിയിൽ എത്തപ്പെടുന്നത്. പക്ഷേ ഈ സെമിനാരി പഠനമാണ് യഥാർത്ഥത്തിൽ എനിക്കൊരു രൂപാന്തരം നൽകിയത്. അതുവരെയും ശുശ്രൂഷകൾ നമ്മൾ സാധാരണ ഒരു വ്യക്തി ചെയ്യുന്നത് പോലെ ചെയ്തുവെങ്കിൽ ഈ 3 വർഷം കൊണ്ടുള്ള പഠനം, ഈ 3 വർഷം പൂർത്തിയാകാൻ പോകുന്നു. ഈ 3 വർഷത്തെ പഠനമെന്ന് പറയുന്നത് ഒരു ഫോർമേഷൻ. അപ്പോൾ ബൈബിൾ ആധികാരികമായി പഠിക്കുവാൻ, മറ്റു മതങ്ങളുമായി നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ആത്മീക ചിന്തയിൽ വളരുവാൻ, ഒരു ദൈവസ്നേഹത്തെക്കുറിച്ച് ആഴമായി പഠിക്കുവാനും നമുക്ക് ഈ തിയോളജി പഠനം വളരെ ലഭ്യമായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ അധ്യാപകരുടെ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് വളരെ പ്രയോജനകരമായി ഇന്ന് ലഭ്യമായി കൊണ്ടിരിക്കുകയാണ്. ഈ ലഭ്യമായ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ഇന്ന് ഈ ലോകം പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമാണ്. വിശ്വാസ ജീവിതത്തിലായാലും സഭാജീവിതങ്ങളായാലും സാമൂഹ്യ ജീവിതം എടുത്താലും മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞൊരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. പക്ഷേ ഈ ഒരു വൈദിക പഠനം എന്ന് പറയുന്നത് ഏത് ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ചെന്ന് വീണാലും നമുക്ക് അവിടെയും വളരെ ആർജവത്തോടു കൂടി നിൽക്കുവാൻ കഴിയുമെന്നുള്ളത് വളരെ വ്യക്തമായി എനിക്ക് ഈ സെമിനാരി പഠനത്തിലൂടെ ലഭ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സെമിനാരി പഠനമെന്ന് പറയുന്നത് ഇനി ഏത് സാഹചര്യത്തിലൊരു സഭയിൽ ശുശ്രൂഷയിൽ കടന്നു പോയാലും വളരെ സത്യസന്ധതയോടും വളരെ ശക്തിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാനൊരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ഈ വിഷയം ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് മനുഷ്യൻ പല അന്വേഷണങ്ങളിലാണ് ആയിരിക്കുന്നത്. ഈ ഒരു അന്വേഷണം, അപ്പോൾ എവിടെയാണ് ശക്തി, എന്തിനാണ് ശക്തി, ആർക്കാണ് ശക്തി കൂടുതൽ, ഈ ഒരു അന്വേഷണത്തിലാണ് ഇന്ന് മനുഷ്യ ജീവിതമായിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു സംഭവം പറയാം. ഒരു മനുഷ്യൻ ആർക്കാണ് ഏറ്റവും അധികം ശക്തിയുള്ളത് എന്ന് ഒരു അന്വേഷണം തുടങ്ങി. അപ്പോൾ ആ മനുഷ്യന് അറിവ് കിട്ടി, ഇരുമ്പ് ഉരുക്ക് നമുക്കറിയാം, ഈ ഉരുക്കിനാണ് ഏറ്റവും കൂടുതൽ കടുപ്പമുള്ളത്, ശക്തിയുള്ളത് എന്ന് ഈ മനുഷ്യന് അറിവ് ലഭ്യമായി. ഈ മനുഷ്യൻ കടന്നുപോയി ആ ഉരുക്കിനോട് ചോദിച്ചു, അല്ലയോ ഉരുക്കേ, നിനക്കാണോ ഈ ലോകത്തിൽ ഏറ്റവും അധികം ശക്തിയുള്ളത്? അപ്പോൾ ഈ ഉരുക്ക് പറഞ്ഞു, അതെ, എനിക്കാണ് ഏറ്റവും അധികം ശക്തിയുള്ളത്. പക്ഷേ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. എനിക്കല്ല. എന്നെ, ഈ ഉരുക്കാകുന്ന എന്നെ ആലയിൽ ആ നല്ല ദൃഢമായ തീയിലേക്ക് എന്നെ അതിലേക്ക് പിടിപ്പിക്കുമ്പോൾ ഞാനത് പഴുത്ത് എന്നെ ആ ആലയുടെ ആശാരിക്ക് ഇഷ്ടമാം വിധത്തിൽ എന്നെ അടിച്ചു പരത്തുവാൻ വേണ്ടിയിട്ട് സാധ്യമാകും. പക്ഷേ എനിക്ക് മനസ്സിലായി തീക്കാണ് ഏറ്റവും കൂടുതൽ ശക്തിയെന്ന്. അങ്ങനെ ഈ മനുഷ്യൻ തീയുടെ അടുക്കിലേക്ക് കടന്നുപോയി. അല്ലയോ ജ്വലിക്കുന്ന തീയെ, നിനക്കാണോ ഏറ്റവും അധികം ശക്തി? അപ്പോൾ ഈ തീ പറഞ്ഞു, അതെ, എനിക്കാണ് ഏറ്റവും അധികം ശക്തി. പക്ഷേ ഇതും എൻ്റെ ചിന്തയായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ഈ ജ്വലിക്കുന്ന തീ ആയിരിക്കുമ്പോൾ എന്നിൽ കുറച്ച് ജലമൊഴിച്ചാൽ,
കുറച്ച് വെള്ളം എന്നിൽ വീണ് കഴിഞ്ഞാൽ ഞാൻ അവിടെ നശിച്ചു പോകുന്നു. എന്നേക്കാൾ ശക്തിമാൻ ഈ ജലമാണ് എന്ന് ഈ തീ പറയുകയുണ്ടായി. ഈ മനുഷ്യൻ നേരെ ഈ ജലത്തിൻ്റെ അടുക്കലേക്ക് പോയി. അല്ലയോ ജലമേ, നീയാണോ ഏറ്റവും വലിയ ശക്തിമാൻ? അപ്പോൾ ഈ ജലം പറഞ്ഞു, അങ്ങനെയാണ് ഞാനും വിചാരിച്ചിരുന്നത്, ഞാനാണ് ഏറ്റവും വലിയ ശക്തിമാൻ. പക്ഷേ മുകളിലൊരു സൂര്യൻ ഇരിപ്പുണ്ട്. ആ സൂര്യൻ്റെ അഗാധമായ ചൂട് എന്നിൽ പതിക്കുമ്പോൾ എൻ്റെ ബലമെല്ലാം ക്ഷയിച്ച് ഞാനവിടെ വറ്റി വരണ്ടു പോകുന്നു. ഞാനൊരു നീരാവിയായി കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഈ സൂര്യനാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ സൂര്യനോട് ചോദിച്ചു, അല്ലയോ സൂര്യ, നീയാണോ ഏറ്റവും വലിയ ശക്തിമാൻ? ഈ സൂര്യൻ പറഞ്ഞു, അതെ, ഞാനാണ് ഈ പ്രപഞ്ചത്തിന് ഏറ്റവും പ്രകാശം നൽകുന്നത്, ഞാനാണ് ഏറ്റവും വലിയ ശക്തിമാൻ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെയും വിചാരം തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ഈ കാർമേഘങ്ങൾ കടന്നു വരുമ്പോൾ, കാർമേഘങ്ങൾ എന്നെ മറയ്ക്കുമ്പോൾ എൻ്റെ പ്രകാശം നിഷ്പ്രഭമാകുന്നു, എൻ്റെ ശക്തി ക്ഷയിച്ചു പോകുന്നു, എൻ്റെ ചൂടുകൾക്ക് കോട്ടം സംഭവിക്കുന്നു. അപ്പോൾ ഈ കാർമേഘങ്ങൾക്കാണ് ശക്തി എന്ന് പറഞ്ഞു. ഈ കാർമേഘത്തിനോട് ചോദിച്ചു, അല്ലയോ മേഘമേ, നിനക്കാണോ ഏറ്റവും അധികം ശക്തി? ഈ മേഘം പറഞ്ഞു, അതെ, എനിക്കാണ് ഏറ്റവും വലിയ ശക്തി. പക്ഷേ എൻ്റെ ചിന്തകൾക്കും അതീതമായിട്ട് വളരെ ശക്തിയായ കാറ്റടിക്കുമ്പോൾ ഞാൻ അവിടെ നശിച്ചു പോവുകയാണ്. അപ്പോൾ കാറ്റിനാണ് എന്നേക്കാൾ ശക്തി. ഈ കാറ്റിനടുക്കലേക്ക് പോയി ചോദിച്ചു, അല്ലയോ കാറ്റേ, നിനക്കാണോ ഏറ്റവും അധികം ശക്തി? അപ്പോൾ ഈ കാറ്റ് പറഞ്ഞു, എനിക്കാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് ഞാനും ചിന്തിച്ചിരുന്നു. പക്ഷേ എന്നെ തടഞ്ഞു നിർത്തുവാൻ കഴിവുള്ള വൻ പർവ്വതനിരകളുണ്ട്, വലിയ വലിയ മലകളുണ്ട്. എന്നേക്കാൾ ശക്തി ആ പർവ്വതങ്ങൾക്കാണ്. ഈ മനുഷ്യൻ ആ പർവ്വതത്തിൻ്റെ അടുക്കിലേക്ക് പോയി ചോദിച്ചു, അല്ലയോ പർവ്വതമേ, നിനക്കാണോ ഏറ്റവും വലിയ ശക്തി? അതെ, ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷേ എന്നേക്കാൾ ഏറ്റവും വലിയ ശക്തി എന്നെ ഇന്ന് നശിപ്പിക്കുന്ന ഒരു കൂട്ടം മനുഷ്യനുണ്ട്. പണ്ടവർ മൺവെട്ടിയും ബിക്കാസും കൊണ്ട് ഈ ഇടിച്ചു നിരത്തിയെങ്കിൽ ഇന്ന് വലിയ വലിയ JCBയും ഹിറ്റാച്ചിയും കൊണ്ടുവന്ന് എന്നെ ഇടിച്ചു നിരത്തുന്നു. എൻ്റെ ശക്തിയല്ല, മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ശക്തി. ഈ മനുഷ്യനോട് തന്നെ ചെന്ന് ചോദിച്ചു, അല്ലയോ മനുഷ്യ, നിനക്കാണോ ഏറ്റവും വലിയ ശക്തി? അപ്പോൾ ആ മനുഷ്യൻ ആഢ്യത്തോടുകൂടി പറഞ്ഞു, അതെ, ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തിമാൻ, എന്നെ ജയിക്കുവാൻ മറ്റാർക്കും കഴിയില്ല എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ എന്നേക്കാൾ വലിയൊരു ശക്തി ഉണ്ടായിരുന്നു. എന്നിലുള്ള ജീവശ്വാസം നഷ്ടപ്പെടുമ്പോൾ എനിക്ക് മരണമെന്നൊരവസ്ഥയുണ്ടാകും. അപ്പോൾ എന്നേക്കാൾ ശക്തിമാൻ മരണത്തിനാണ്. ഈ ലോകത്ത് ജീവനുള്ള സകലത്തിനും സംഭവിക്കുന്ന ഒന്നാണ് മരണം. അപ്പോൾ മരണത്തിനാണ് എന്നേക്കാൾ ശക്തി എന്ന് പറഞ്ഞു. നേരെ മരണത്തിനടുക്കൽ പോയി ചോദിച്ചു, അല്ലയോ മരണമേ, നീയാണോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ? ഈ മരണം പറഞ്ഞു, അതെ, ഞാനാണ് ഈ ലോകത്തെ സകലത്തിനെയും നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശക്തിയുള്ള ഏറ്റവും വലിയ ശക്തി. എന്നിട്ട് ഈ മരണം പറഞ്ഞു, അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നു. ഈ ലോകത്ത് എന്നെയും തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ശക്തിയുണ്ടായി. അതാണ് സാക്ഷാൽ യേശുദേവൻ. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ? പാതാള ഗോപുരങ്ങളെ ജയിച്ചവനായ ക്രിസ്തു, അദ്ദേഹം ഈ ലോകത്ത് ജനിച്ചു, മരണത്തിന് കീഴ്പ്പെട്ടു, പക്ഷേ മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റു. ആ ക്രിസ്തുവാണ്, യേശുവാണ് ഏറ്റവും വലിയ ശക്തിമാൻ. ആ ഒരു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഞാനും ഈ ലോകത്തിൽ എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ എൻ്റെ വിശ്വാസ ജീവിതം ആദ്യം എനിക്ക് മറ്റൊരു വിശ്വാസമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചില ശോധനകളിലൂടെ ഏറ്റവും വലിയ ശക്തിയെ കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് എനിക്കൊരവസരമുണ്ടായി. അതാണ് ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ ക്രിസ്തു. പിന്നെ എൻ്റെ ഈ ശുശ്രൂഷയിൽ കടന്നു വന്നതിന് ശേഷം വളരെ മാറ്റങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായി. വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുവാനുള്ള ഒരു ശക്തി എനിക്ക് ദൈവം നൽകി. ജീവിതത്തിൽ പല പ്രതിസന്ധികൾ, ഞാൻ ഉദാഹരണമായി പറയാം. ഞാൻ വിവാഹം കഴിഞ്ഞു, ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ഈ സമയത്ത് പലപ്പോഴും ഈ ജോലിയൊക്കെ ഉപേക്ഷിച്ച് പലരും എതിർത്തു, ജോലി ഉപേക്ഷിക്കേണ്ട എന്നൊക്കെ. ജോലിയൊക്കെ ഉപേക്ഷിച്ചു ശുശ്രൂഷയ്ക്ക് വന്നു. അപ്പോൾ തുടക്കത്തിൽ 3000 രൂപയാണ് ശമ്പളം, പിന്നെ 5000 ആ ഒരു റേഞ്ചാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചത്, എങ്ങനെ ജീവിക്കുന്നു ഈ വരുമാനം കൊണ്ട്? ഞാൻ അവരോടൊക്കെ പറഞ്ഞൊരു മറുപടിയുണ്ട്,
എൻ്റെ ജീവിതത്തിൽ എനിക്ക് 45,000 രൂപ ശമ്പളം കിട്ടിയ സമയത്ത് ഉള്ള എൻ്റെ ചിലവും ഈ ഒരു 5,000 കിട്ടുന്ന സമയത്തുള്ള എൻ്റെ ചിലവും എന്ന് പറയുന്നത് ഇതാണ് എനിക്ക് ലാഭം. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഭാര്യയെ ഞാൻ വാങ്ങിയ 15 വർഷം കഴിഞ്ഞു. ഡെലിവറിക്കല്ലാതെ ഇതുവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ മക്കളെന്നറിയാം, നമുക്ക് ശൈശവ ദശയിൽ ഒത്തിരി രോഗങ്ങൾ വരാറുണ്ട്. എൻ്റെ മക്കളെ മൂത്തയാളിന് 14 വയസ്സായി, ഇളയാളിന് 10 വയസ്സായി. ഇതുവരേക്കും ഒരു ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു 5,000-ഓ 10,000-ഓ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്താണ് എൻ്റെ ചിലവ് എങ്കിൽ അതിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അല്ലാതെ ഒരു 50,000 വരുമാനം കിട്ടിയിട്ട് ഒരു 75,000 ചിലവ് വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്കൊരു മനസ്സമാധാനമുള്ളത്? എൻ്റെ ജീവിതത്തിൽ വലിയൊരു മനസ്സമാധാനം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ദൈവം സഹായിച്ചു എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ശുശ്രൂഷയിൽ പൊതുസമൂഹത്തിൽ ദേവാലയത്തിലായിരിക്കുമ്പോൾ എങ്ങനെ ജനങ്ങളോട് പെരുമാറണം, എങ്ങനെ ജനങ്ങളുമായി ഇടപെടണം, ജീവിതത്തിൽ ഒരു സമാധാനം ഞാൻ അനുഭവിക്കുന്നത് പോലെ മറ്റുള്ളവരുമായി ഒരു സമാധാനം പങ്കിടുവാൻ വേണ്ടിയിട്ട് ഈ ഒരു പൗരോഹിത്യ ജീവിതം സഹായിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. എനിക്ക് ഇന്നത്തെ ജനതയോട് പറയുവാനുള്ളതും നാം മറ്റുള്ളവരോട് സ്നേഹത്തോടുകൂടി പെരുമാറുക, സഹവർത്തോടുകൂടി പെരുമാറുക, ജീവിതത്തിൽ ക്ഷമയോടുകൂടി പെരുമാറുക. പലപ്പോഴും മനുഷ്യൻ എന്ന് പറയുന്നത് ക്ഷിപ്രകോപികളാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു ദൈവികമായ ചിന്ത നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ നമുക്ക് സ്നേഹമുണ്ടാകും, സമാധാനമുണ്ടാകും, ക്ഷമയുണ്ടാകും, ക്ഷമിപ്പാനുള്ള ഒരു ശക്തി നമ്മിൽ ഉണ്ടാകുമെന്നുള്ളത് പൂർണ്ണമായി സത്യസന്ധമായ കാര്യമാണ്.